പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ആർ ബാലകൃഷ്ണപിള്ള സംസ്ഥാനത്തിന്റെ താൽപര്യങ്ങൾക്കായി നിലകൊണ്ട നേതാവായിരുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള കോൺഗ്രസ് ബി തെക്കൻ മേഖലാ റാലിയും സമ്മേളനവും കൊല്ലം പീരങ്കി മൈതാനിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തിന് അനുവദിച്ച ഒരു വികസന പദ്ധതി സ്ഥാപിത താൽപര്യങ്ങളുടെ പേരിൽ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടുപോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടായപ്പോഴാണ് ആർ ബാലകൃഷ്ണപിള്ള അതിനെതിരെ ശക്തമായി പ്രതികരിച്ചതെന്ന് പഞ്ചാബ് മോഡൽ പ്രസംഗത്തെ പേരെടുത്തു പറയാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിലടക്കം രാജ്യ തലസ്ഥാനത്തടക്കം പോയി നടത്താൻ തയ്യാറായപ്പോൾ അതുമായി സഹകരിക്കാൻ നമ്മുടെ ഇവിടെ തന്നെ പലരും തയ്യാറായില്ല എന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. എന്നാൽ ദേശീയ ശ്രദ്ധ ഏറ്റവും അധികം പിടിച്ചു പറ്റുകയും ചെയ്തു. ദേശീയ തലത്തിലെ പ്രധാനികൾ പലരും ആ പരിപാടിയിൽ പങ്കെടുത്തു. സംസ്ഥാന മുഖ്യമന്ത്രിമാര്, ദേശീയ നേതാക്കള് എല്ലാം അതിൽ പങ്കെടുത്തപ്പോൾ കേരളത്തോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയുള്ള ഒരു വലിയ പ്രക്ഷോഭ വേദിയായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യ പ്രഭാഷണം നടത്തി. ഗവർണർ ഓഫീസിനെ BJPയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റിയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് ബിനോയ് വിശ്വം കുറ്റപ്പെടുത്തി. കേരളത്തിലേക്ക് പുതുതായി വരുന്ന ഗവർണർ എങ്ങനെയുള്ള ആളാണെന്നറിയാൻ ആഗ്രഹമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് ബി ചെയർമാൻ കൂടിയായ മന്ത്രി KB ഗണേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. പഞ്ചാബ് മോഡൽ എന്ന പേരിൽ വളച്ചൊടിക്കപ്പെട്ട പ്രസംഗത്തിൽ കേരളത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് ബാലകൃഷ്ണപിള്ള ശബ്ദമുയർത്തിയതെന്ന് KB ഗണേഷ് കുമാർ പറഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശബ്ദം ഇന്ന് ഇന്ത്യയാകമാനം ഉയർന്നു കേൾക്കുകയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്യുന്നു. ഒരു വലിയ പോരാട്ടത്തിലാണ് നമ്മുടെ നാട്. ഇന്ത്യയിലെ BJP വിരുദ്ധ സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടങ്ങി വെച്ചത് കേരളത്തിൽ നിന്നാണ്. ഈ ബുദ്ധിമുട്ടുകൾ മറ്റു സർക്കാരുകൾ മനസ്സിലാക്കി വരുന്നതിന് മുമ്പ് തന്നെ കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് മനസ്സിലാക്കുകയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനെതിരെ അതിശക്തമായി ആഞ്ഞടിക്കുകയും ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങി. ഇപ്പം മറ്റ് സംസ്ഥാനങ്ങൾ പഞ്ചാബും ഡൽഹിയും എല്ലാം ഇത്തരം സമരങ്ങളിൽ മുന്നോട്ട് പോകുമ്പോൾ സമ്മേളനത്തിന് മുന്നോടിയായി ആശ്രമം മൈതാനത്ത് നിന്ന് ആയിരങ്ങൾ അണിനിരന്ന റാലിയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.